ലൂക്കാ സുവിശേഷം 14-ാം അധ്യായം 13-ാം വാക്യമാണ്. എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. പശ്ചാത്തലം ഇതാണ്. കല്യാണത്തിന് ക്ഷണിച്ചു. പ്രമുഖ സ്ഥാനങ്ങളെക്കുറിച്ചുള്ള തർക്കം. രണ്ടുപേർ അവിടെ പിന്നിലേക്ക് മാറ്റപ്പെടുകയാണ്. ഒരാളോട് പറഞ്ഞു, ഇവൻ നിന്നേക്കാൾ ബഹുമാന്യനാണ്, പുറകിലേക്കൊന്ന് മാറിയിരിക്കാമോ? കർത്താവ് പിന്നെ പറയുകയാണ്, നീ സദ്യ നടത്തുമ്പോൾ നീ ക്ഷണിക്കേണ്ടത് ഇവരെയൊക്കെയാണ്: ദരിദ്രർ, വികലാംഗർ, മുടന്തർ, കുരുടർ എന്നിവരെ ക്ഷണിക്കുക. സ്നേഹമുള്ളവരെ, തിരികെ കിട്ടുമെന്ന് കരുതിയല്ലേ നമ്മൾ പലപ്പോഴും പലരെയും ക്ഷണിക്കുക. ഹൃദയത്തിൻ്റെ കോണിൽ ഉന്നത സ്ഥാനമൊക്കെ കൽപ്പിച്ചിട്ടുള്ള വ്യക്തികൾ, അത് നമ്മൾ ഒരേപോലെ തട്ടിച്ച് നിൽക്കുമെന്നുള്ളവരല്ലേ? ഒരേ സ്റ്റാറ്റസൊക്കെ ഉള്ളവരല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെയൊക്കെ ഒരേ മേഖലയിലൊക്കെ നിൽക്കുന്നവരെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റുക. എന്നാൽ ജീവിതത്തിൽ നിന്നും എത്രയോ ആളുകളെ നാം അറിയാതെ അറിഞ്ഞും മാറ്റി നിർത്തിയിട്ടുണ്ട്. അവരെയൊക്കെ നിൻ്റെ സദ്യാനുഭവങ്ങളിലേക്ക്, നിൻ്റെ വിരുന്നനുഭവങ്ങളിലേക്ക്, നിൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന അനുഭവങ്ങളിലേക്ക് ഇനി എന്ന് നീ മക്കളെ അവരെ ക്ഷണിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി അവരെ ഇനി എന്നാ മാറ്റുക. സ്വർഗം അവരെ മാറ്റി നിർത്തിയിട്ടില്ല എന്നത് മറക്കരുത്. നിൻ്റെ സ്നേഹത്തിൻ്റെ മതിലല്ല, സ്വർഗത്തിൻ്റെ വിശാലമായ മതിൽ. ഓർക്കണം, സ്വർഗത്തിന് അവരെന്നും പ്രിയപ്പെട്ടവരാണ്. ആമേൻ.